വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 9/1/2024 മുതൽ 15/11/2024 വരെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 25 ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം വരുന്നത് മേജർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് ഒരുപാട് ന്യൂസുകൾ എന്താണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിരുന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യയിൽ എന്താണ് മേജർ എംപ്ലോയ്മെൻറ്റ് സ്കീംസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലുള്ള സ്കീമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഏത് മഹൻരേഗ അല്ലേ, MGNREGS, അതായത് എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ് അല്ലേ. അതായത് എന്താണ് മലയാളത്തിൽ നമ്മൾ പറയേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ആക്ട് എന്നാണ് പാസ്സാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 2005 എന്ത് ചെയ്യുന്നത് ഈ ആക്ട് പാസ്സാക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ് 2005 എന്ത് ചെയ്യുന്നത് ഈ സ്കീം നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റാം. ഇനി ഇതിൻ്റെ കോസ്റ്റ് ഷെയറിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അതായത് 90:10, അതായത് 90% എന്ന് വിളിക്കുന്നത് ഇതിൽ സ്പോൺസർ ചെയ്യുന്ന ആരായിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റും, അതുപോലെ തന്നെ എന്താണ് 10% ആരാണ് സ്പോൺസർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് എന്ത് ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൽ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പൺ ടു ആൾ റൂറൽ ഹൗസ് ഹോൾഡ്സ്, പ്രയോറിറ്റി ഫോർ വുമൺ ആണ്. ഓക്കെ, 1/3 ഓഫ് വേജ് സീക്കേഴ്സ് ആണ് കാണാൻ പറ്റുക. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എത്രയാണ് 1/4 ഓഫ് വേജ് റേറ്റ് ഫോർ ഫസ്റ്റ് 30 ഡേയ്സും ആൻഡ് 1/2 വേജ് ഓഫ് റേറ്റ് ഫോർ റിമൈനിങ് പീരീഡ് ഓഫ് ദി ഇയർ ആണ് ഇതിൽ. അതുപോലെ തന്നെ നോഡൽ മിനിസ്ട്രി ഏതാണ് ഇതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്, MORD ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വർഷത്തിൽ എന്താണ് 100 ഡേയ്സ് എന്ത് ചെയ്യുക ഗ്യാരണ്ടി എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സ്കീമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഇത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റ് ചില പ്ലാനുകളാണ് ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമാണ്. ഇത് 2008 എന്ത് ചെയ്യുന്നത് ഇതെന്ത് ചെയ്തിരിക്കുന്നത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാമാണ്, അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മൈക്രോ എൻ്റർപ്രൈസസ് ഇൻ നോൺ ഫാം സെക്ടറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നോഡൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് വിളിക്കുന്നത്. ആൻഡ് എലിജിബിലിറ്റി എന്താണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതുപോലെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കാവണം പ്രായം എന്ന് പറയുന്ന ജനറൽ കാറ്റഗറി. ഇനി SC ST OBC PH വുമൺ തുടങ്ങിയവർക്കാണെങ്കിൽ എന്താണ് 18-40 ഉള്ളിലാവണമെന്നും പറയുന്നുണ്ട്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് അജീവിക എന്താണ് ദീൻ ദയാൽ അന്ത്യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്ത ഇയർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 2011 ആൻഡ് ഈ റീകൺസ്ട്രക്ട് ചെയ്തും റീനെയിം ചെയ്തതെന്നാണ് 2016. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കിൽഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ദ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ മിനിസ്ട്രി ഏതാണ് MORD തന്നെയാണ് ഇതിൻ്റെ മിനിസ്ട്രി. ആൻഡ് എലിജിബിലിറ്റി എന്താണ് റൂറൽ പ്രൂർ ഹൗസ് ഹോൾഡ്സിനാണ് ഇത് കൊടുക്കുന്നത്, പ്രധാനമായിട്ടും വുമൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സബ് കോമ്പോണൻ്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജന, അതായത് DDU-GKY എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ വരുന്നതാണ് ഏത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് ലോഞ്ച് ചെയ്ത ഇയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 എന്ത് ചെയ്യുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ആൻഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് പ്രൊവൈഡിങ് ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രെയിനിങ് സ്കിൽ അപ്ഗ്രഡേഷൻ ഓഫ് റൂറൽ യൂത്ത് ആണ്. അതുപോലെ തന്നെ പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പും എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ്. ആൻഡ് ഫണ്ടഡ് ബൈ MORD ആണ് ഇതും വരുന്നത്. ആൻഡ് എലിജിബിലിറ്റി റൂറൽ യൂത്തിനാണ് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നത്. ആൻഡ് പിന്നെ വരുന്നതാണ് ഏത് ദീൻ ദയാൽ അന്ത്യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനാണ്, ഡേ നുലമാണ്. ആൻഡ് ലോഞ്ച് ചെയ്തപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് 2013 ലോഞ്ച് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ് alleviate poverty and vulnerability
among urban poor by providing access to self-employment, skilled wage employment opportunities ആണ്. ആൻഡ് നോഡൽ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പോവേർട്ടി അലിവിയേഷൻ ആണ്. എലിജിബിലിറ്റി എന്താണ്? അർബൻ പൂർ, വുമൺ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, യൂത്ത് എക്സെട്രയാണ്. പിന്നെ വരുന്നതാണ് ഏത്? നാഷണൽ കാരിയർ സർവീസ് എന്ന് പറയുന്ന NCS പ്രൊജക്റ്റാണ്. ലോഞ്ച് ചെയ്തപ്പോഴാണ് 2015 ലോഞ്ച് ചെയ്യുന്ന. ഒബ്ജക്റ്റീവ് എന്താണ്? ഓഫേഴ്സ് ജോബ് മാച്ചിങ് സർവീസസ്, കാരിയർ കൗൺസിലിംഗ്, വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് നോഡൽ ഏജൻസി ഏതാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. എലിജിബിലിറ്റി എന്താണ്? ആക്സസബിൾ ടു ജോബ് സീക്കേഴ്സ് ടു എംപ്ലോയ് അക്രോസ് വേരിയസ് സെക്ടേഴ്സ് എന്നുള്ള ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിൽ ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഇത് പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ് യോജന, PMMSY. എന്താണ് പറയുന്നത്? ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ഓർഗനൈസ്ഡ് എ മീറ്റിംഗ് ടു ഡിസ്കസ് ദ റീസെൻറ്റ് ഇംപ്ലിമെൻറ്റഡ് പ്രധാൻ മന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന, PMMKSSY, എ സബ് സ്കീം ഓഫ് ദി പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ് യോജന. ഓക്കെ, അതായത് എന്താണ്? ഈ പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ് യോജന അണ്ടറിൽ വരുന്നൊരു സ്കീമാണ് ഏതെന്ന് വിളിക്കുന്നത്? പ്രധാൻ മന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്ന് വിളിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ആര് കണ്ടക്ട് ചെയ്തിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗനൈസ് ചെയ്തിരുന്നതായിട്ട് കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു കറണ്ട് അഫെയർ എന്താണ് വന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്? The Department of Fisheries implementing the PMMSY, a scheme aimed at enshrining in the blue revolution through the sustainable and responsible developed Indian fisheries sector. അതായത് എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇതിന് തുടക്കം കുറിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഏതിൻ്റെ ഭാഗമായിട്ട്? ബ്ലൂ റെവല്യൂഷൻ്റെ എന്താണ് ഭാഗമായിട്ട്. എന്താണ് ഈ ബ്ലൂ റെവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കാനാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പറയാൻ പറ്റുക ബ്ലൂ റെവല്യൂഷൻ, എ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷൻ and the development of fisheries. ഓക്കെ, ഇതാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഈ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിസോഴ്സസുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാണ്? പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ആശയം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ പോലെ എന്താണ് ഒരാശയം കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഇറ്റ് ഫോക്കസ് ഓൺ കോംപ്രഹെൻസീവ് ഗ്രോത്ത് ഓഫ് സെക്ടർ വൈൽ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ഫിഷേഴ്സ്. ഓക്കെ, ഫിഷേഴ്സിൻ്റെ വെൽഫെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സ്കീം എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് PMMSY ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഫോർ ദ പീരീഡ് ഓഫ് 5 years ഫ്രം 2020-21 to 2024-25. ഓക്കെ, ഈ 5 വർഷത്തിൻ്റെ ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? എല്ലാ സംസ്ഥാനങ്ങളിലും കൂടാതെ എന്താണ് എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും എന്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലൂ റെവല്യൂഷനുമൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത്, WOAH. എന്താണ്? ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ദ നാഷണൽ റിസർച്ച് സെൻറ്റർ ഓൺ ഇക്നീസ് ICAR, NRC ഇക്നീസ് ഇൻ ഹരിയാന ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് WOAH റെഫേഴ്സ് ലബോറട്ടറി സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, 1924 ഏത് സ്ഥാപിതമാവുന്നത്? വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാവുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം 100 വർഷങ്ങൾ എന്ത് ചെയ്തു? പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിസിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ ഓൺ എനിമൽ ഡിസീസ് ആൻഡ് ഇംപ്രൂവിങ് എനിമൽ ഹെൽത്ത്. അതായത് എന്ത് ചെയ്യുക? എനിമൽ ഡിസീസസിനെ കുറിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. അതുപോലെ തന്നെ എനിമൽ ഹെൽത്ത് എന്ത് ചെയ്യുക? ഗ്ലോബലി എന്ത് ചെയ്യുക?
പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏകദേശം ഇന്ത്യ അടക്കം 183 രാജ്യങ്ങളാണ് ഇവരുടെ മെമ്പേഴ്സായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാരീസ്, ഫ്രാൻസിലാണ് എന്ത് ചെയ്യുന്നത്, WOAHൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് പിന്നെ വരുന്നതാണ് മനസ് നാഷണൽ പാർക്ക്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ആസ് പെർ റീസെൻറ്റ് സ്റ്റഡി ടൈഗർ പോപ്പുലേഷൻ ട്രിപ്പിൾസ് ഇൻ ആസാം മനസ് നാഷണൽ പാർക്ക്. ഇതാണ് ഇതെവിടെ വരാൻ കാരണം, ന്യൂസിൽ വരാൻ കാരണം അല്ലേ. ഈ ഇടയ്ക്ക് നടത്തിയ പഠനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ടൈഗർ പോപ്പുലേഷൻ എന്താണ് വർദ്ധിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മനസ് നാഷണൽ പാർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. ഇനി മനസ് നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കാം. എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കണ്ടിജിനസ് വിത്ത് ദ റോയൽ മനസ് നാഷണൽ പാർക്ക് ഇൻ ഭൂട്ടാൻ. എവിടെയാണ്, ഭൂട്ടാനിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 1988 എന്ത് ചെയ്യുന്നുണ്ട്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഈ ബയോസ്ഫിയർ റിസർവിനെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട റിവേഴ്സാണ്, നദികളാണ് ഇതിലൂടെ ഒഴുകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മനസ് ആൻഡ് ബെക്കിയാണ്, വിച്ച് ഫ്ലോസ് ത്രൂ ദ സാങ്ച്വറി മീറ്റ് ദ ബ്രഹ്മപുത്ര ഡൗൺ സ്ട്രീമാണ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് വെജിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു മിക്സഡ് മോയ്സ്റ്റ് ആൻഡ് ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ അലുവിയൽ ഗ്രാസ് ലാൻഡ്സ് ആണ് കാണാൻ പറ്റുക. ഇനി കീ ഫോണാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ടൈഗർ, പെഗ്മി ഹോഗ്, ഇന്ത്യൻ റൈനോസേഴ്സ്, സ്വാം ടിയർ, ബംഗാൾ ഫ്ലോറിക്കൻ ആൻഡ് ഇന്ത്യൻ എലിഫൻ്റ് ഒക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസാണ് ബിപിൻ ചന്ദ്രപാൽ അല്ല. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എത്രയാണ്, 1858 മുതൽ 1932 വരെയാണ് ആരുടെ കാലഘട്ടം, ബിപിൻ ചന്ദ്രപാലിൻ്റെ എന്താണ് കാലഘട്ടം. ഇനി എന്താണ് ന്യൂസിൽ എന്താണ് വരാൻ കാരണം, റീസെൻ്റ്ലി ബർത്ത് ആനിവേഴ്സറി ഓഫ് ബിപിൻ ചന്ദ്രപാൽ വാസ് സെലിബ്രേറ്റഡ്. അതായത് എന്തുണ്ട്, നിലവിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തിരിക്കുന്നത്, ബിപിൻ ചന്ദ്രപാൽ എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് കീ കോൺട്രിബ്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1905 സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ആര് എന്ന് വിളിക്കുന്നത്, ബിപിൻ ചന്ദ്രപാൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് നാഷണലിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് ആരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഇദ്ദേഹം ആർക്കെതിരായിരുന്നു, ഗാന്ധിയൻ ഐഡിയോളജിക്ക് അല്ലെങ്കിൽ ഗാന്ധിക്കെതിരായിരുന്നു. അതുപോലെ തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 ഓവർ ദ ഫാക്ട് ഡിഡ് നോട്ട് അഡ്രസ് ദ സെൽഫ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഹി വാസ് ഇംപ്രസൺഡ് ഫോർ ഹിസ് റിഫ്യൂവൽ ടു ഗീവ് എവിഡൻസ് അഗെയിൻസ്റ്റ് അരബിന്ദോ ഘോഷ് ഇൻ ദ വന്ദേ മാതരം സെഡേഷൻ കേസ്. അതുപോലെ തന്നെ എന്താണ്, അരബിന്ദോ ഘോഷിനെതിരെ എന്താണ് തെളിവ് കൊടുക്കാതിരുന്നതിന് ഇദ്ദേഹത്തെ എന്താണ് ഇംപ്രസൺ ചെയ്തതായിട്ട്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് ഇദ്ദേഹത്തെ ഇംപ്രസൺ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹി ഇനിഷ്യലി ജോയിൻഡ് ബ്രഹ്മ സമാജ്, ടേൺഡ് ടു വേദാന്ത ആൻഡ് എൻറ്റർ ദ അപ്ഹോൾഡർ ഓഫ് വൈഷ്ണവ ഫിലോസഫി ഓഫ് ശ്രീ ചൈതന്യ എന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അങ്ങനെ പല മേഖലകളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കുകൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കുകൾ ഏതൊക്കെയാണ് വരുന്നത്, ഒന്ന് ന്യൂ ഇന്ത്യ, അതെന്താണ് ഒരു വീക്ക്ലി ജേണലാണ്. അതുപോലെ തന്നെ എന്താണ് ഹിന്ദു റിവ്യൂ മന്ത്ലി ജേണലാണ്. ആൻഡ് ദ ന്യൂ എക്കോണമിക് മെനാസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. വാല്യൂസ് എന്തൊക്കെയായിരുന്നു, പാട്രിയോട്ടിസം, കറേജ്, സാക്രിഫൈസ് ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ എന്താണ് വാല്യൂസ്. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ റീസെൻറ്റ് October 2024 edition of IMF World Economic Outlook has sparkled decisions on the need of development economics, align politics and economic realities. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം IMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അവരാണ് എന്ത് പുറത്തുവിടുന്നത്, വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് എന്താണ് പുറത്ത് വിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. ഇനി വേൾഡ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എബൌട്ടിൽ എന്താ പറയുന്നത്, WEO is the key report produced by the International Monetary Fund and published biannually in the April and October ആണ്. ഇതിൻ്റെ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്, പ്രൊവൈഡ്സ് അനാലിസിസ് ആൻഡ് പ്രൊജക്ഷൻസ് ഫോർ ദ ഗ്ലോബൽ എക്കോണമി ആൻഡ് ഇൻഡിവിജ്വൽ കൺട്രീസ് ആണ്. എൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, എയിംസ് ടു അസസ് എക്കോണമിക് ഡെവലപ്മെൻറ്റ്, ഐഡൻറ്റിഫൈ ട്രെൻഡ്സ് ആൻഡ് ഓഫർ പോളിസി
റെക്കമെൻഡേഷൻസ് ഒക്കെ എന്താണ് ഇതിൻ്റെ പർപ്പസ് ആണ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്താണ് പറയുന്നത്, എക്കോണമിക് ഗ്രോത്ത് പ്രൊജക്ഷൻസ് എന്ത് ചെയ്യും ഇതിൽ കാണിക്കുന്നുണ്ട്. എന്താണ് ഫോർകാസ്റ്റ് ഫോർ ഗ്ലോബൽ ആൻഡ് റീജിയണൽ എക്കോണമിക് പെർഫോമൻസ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ട്രെൻഡ്സ് എന്താണ്, ഇൻസൈറ്റ് ഇൻ ടു ഇൻഫ്ലേഷൻ റേറ്റ്സ് ആൻഡ് ദയർ ഇംപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അസസ്മെൻ്റ് ഉണ്ട്. എന്താണ് പറയുന്നത്, ഇവേറ്റ്സ് ദ റിസ്ക് ടു ഫൈനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റ്സ് ആണ്. ഇനി ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സെർവ് ആസ് ദ ക്രിട്ടിക്കൽ ടൂൾ ഫോർ പോളിസി മേക്കേഴ്സ്, അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് നാവിഗേറ്റ് ദ എക്കോണമിക് ലാൻഡ്സ്കേപ്പ് എന്നുള്ളതൊക്കെ ഏതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്, ഇൻ ഓഗസ്റ്റ് 2024 the Tamil Nadu government introduced the repowering refreshment and life extension policy to replace old turbines and optimize wind energy use. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഇനി ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ടാർഗറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യ ഹാസ് presented the following 5 nectar elements, പഞ്ചാമൃത് ഓഫ് ഇന്ത്യാസ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. COP26 എടുത്ത തീരുമാനമാണ് ടു ദ യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC. നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിച്ചാണല്ലോ കറണ്ട് അഫയേഴ്സിൽ ഗ്ലാസ്ഗോ യുണൈറ്റഡ് കിങ്ഡം. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, ഒന്ന് ഇറ്റ് എയിംസ് ടു റീച്ച് 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി ബൈ 2030. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ എന്താണ്, 50% ഓഫ് ഇറ്റ്സ് എനർജി റിക്വയർമെൻറ്റ്സ് ഫ്രം ദ റിന്യൂവബിൾ എനർജി ബൈ 2030. അതുപോലെ തന്നെ എന്താണ്, റിഡക്ഷൻ ഓഫ് ടോട്ടൽ പ്രൊജക്റ്റഡ് കാർബൺ എമിഷൻസ് ബൈ 1 ബില്യൺ ടൺസ് ഫ്രം നൗ ടു 2030. അതുപോലെ തന്നെ എന്താണ്, റിഡക്ഷൻ ഓഫ് ദ കാർബൺ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇക്കോണമി ബൈ 45% ബൈ 2030 ഓവർ 2005 ലെവൽസ് ആണ്. ആൻഡ് അച്ചീവിങ് ദ ടാർഗറ്റ് ഓഫ് നെറ്റ് സീറോ എമിഷൻസ് ബൈ 2070. അല്ല 2070 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുക, നെറ്റ് സീറോ എമിഷൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള ആരുടെ ലക്ഷ്യമാണ്, ഇന്ത്യയുടെ പഞ്ചാമൃത സ്ട്രാറ്റജിയുടെ എന്താണ് ലക്ഷ്യമാണ്. ഇനി നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റിന്യൂവബിൾ എനർജി എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 46.92 ഗിഗാവാട്ട്, അതായത് ടോട്ടലിൻ്റെ 23.3% നമ്മൾ ഹൈഡ്രോ പവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 47.36 ഗിഗാവാട്ട്, ഏകദേശം ടോട്ടൽ പവറിൻ്റെ 23.5% വിൻഡ് പവർ ഉപയോഗിക്കുന്നത്. ആൻഡ് 5.07 ഗിഗാവാട്ട്, ഏകദേശം ടോട്ടൽ പവറിൻ്റെ 2.5% സ്മോൾ ഹൈഡ്രോ പവർ. ആൻഡ് ബയോ പവർ വരുന്നത് എത്രയാണ്, 11.32 ഗിഗാവാട്ടാണ് ടോട്ടലിൻ്റെ 5.6%. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് സോളാർ പവറാണ്. എത്രയാണ്, 90.76 ഗിഗാവാട്ടാണ് ടോട്ടലിൻ്റെ 45.1%. അതായത് ടോട്ടൽ 100% നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, സോളാർ പവറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സ്മോൾ ഹൈഡ്രോ പവറാണ്. ഓക്കെ, ഏതാണ് ഏറ്റവും കുറവ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്മോൾ ഹൈഡ്രോ പവറാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയെന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യം വരുന്ന ഏതാണ്, പ്രധാൻ മന്ത്രി സഹലജ് ബിജ്ലി ഹർഘർ യോജനയാണ് ഒന്നാമത്തെ. രണ്ടാമത്തേതാണ് ഗ്രീൻ എനർജി കോറിഡോർ. മൂന്നാമത്തേതാണ് നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷനാണ് ആൻഡ് സ്മാർട്ടർ മീറ്റർ നാഷണൽ പ്രോഗ്രാം. ആൻഡ് നാലേതാണ് ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. 5 ഏതാണ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് ആണ്. ആൻഡ് പിന്നെ വരുന്ന ഏതാണ്, സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഫോർ സിവിൽ സർവൻസ് ആണ്. എന്താണ് പറയുന്നത്, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി upheld a decision by the Telangana High Court mandating that public servants must receive prior government sanction before being prosecuted under the Prevention of Money Laundering Act PMLA 2002. അതായത് എന്താണ്, പ്രിവെൻഷൻ ഓഫ് മണി ലാൻഡറിങ് ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആകെ സാങ്ഷൻ വേണം,
ഗവൺമെൻറ് സാങ്ഷൻ വേണമെന്ന് തെലങ്കാന ഹൈക്കോർട്ട് പറഞ്ഞിരുന്നു. അതാര് ശരിവെച്ചിട്ടുണ്ട്? ഇന്ത്യയുടെ സുപ്രീം കോടതി എന്താണ് ശരിവെച്ചിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറണ്ട് അഫെയറിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്കീം ഏതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്ന് എന്ത് ചെയ്യാം? നോക്കി നോക്കാം. അതിൽ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് സിവിൽ സർവൻസിന് പ്രധാനമായിട്ടും കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 24 എന്ത് പറയുന്നത്? ഡീൽസ് വിത്ത് ദ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 309 എന്താണ് പറയുന്നത്? എംപവേഴ്സ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു റെഗുലേറ്റ് ദ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ സിവിൽ സർവൻസ് ആണ്. ആൻഡ് പിന്നെ വരുന്ന ഒന്നാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 310 സ്റ്റേറ്റ്സ് സിവിൽ സർവൻസ് ഹോൾഡ് ഓഫീസ് അറ്റ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഗവർണർ. അതായത് പ്രസിഡൻറ്റും ഗവർണറും സമ്മതമുള്ള അത്രയും കാലം സിവിൽ സർവൻസിന് എന്ത് ചെയ്യാം? ആ പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം എന്നും. പക്ഷേ എന്തല്ല, ഇത് ആബ്സല്യൂട്ട് അല്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 311 എന്താണ് പറയുന്നത്? ഇറ്റ് ലൈസ് ഡൗൺ 2 മേജർ സേഫ് ഗാർഡ്സ് ആണ് പറയുന്നത്. സിവിൽ സർവൻസിന് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 പ്രധാനപ്പെട്ട സേഫ് ഗാർഡ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നെന്താണ് പറയുന്നത്? ഡിസ്മിസൽ ഓർ റിമൂവൽ ക്യാൻ ഓൺലി ബി ഡൺ ബൈ ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓർ എ ഹയർ റാങ്ക് ആണ്. പിന്നെ പറയുന്നത് എന്താണ്? ഡിസ്മിസൽ ഓർ റിഡക്ഷൻ ഇൻ ദ റാങ്ക് റിക്വയേഴ്സ് ആൻഡ് എൻക്വയറി വിത്ത് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഡിഫൻഡും പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണിത് കൊണാർക്ക് സൺ ടെമ്പിൾ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി 4 സാൻഡ്സ്റ്റോൺ replicas of the iconic Konark wheels from the Konark temple have been installed at the Rashtrapati Bhavan's Cultural Center, Amar Udyan. This initiative is among various efforts to incorporate traditional culture and historical elements into the Rashtrapati Bhavan. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറണ്ട് അഫെയറിൽ എന്താണ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് കൊണാർക്ക് സൺ ടെമ്പിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ദ 13th സെഞ്ച്വറി കൊണാർക്ക് സൺ ടെമ്പിൾ നിയർ പുരി ഇൻ ഒഡീഷ. ഓക്കെ, എവിടെയാണ്? 13th സെഞ്ച്വറിയിലാണ് ഇത് തുടങ്ങിയത്. എവിടെ? നിയർ പുരി, ഒഡീഷയിലാണ്. ഇനി ആരാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കിങ് നരസിംഹദേവ 1 ആണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ഏകദേശം 1238 മുതൽ 1264 AD കാലഘട്ടത്തിൽ. ആൻഡ് ഇറ്റ്സ് ഗ്രാൻഡഡ് സ്കെയിൽ ആൻഡ് ഇൻട്രിക്കേറ്റ് ഡിസൈൻ സിംബലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓഫ് ദ ഈസ്റ്റേൺ ഗംഗ എംപയർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ദ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ആൾസോ നോൺ ആസ് യുധി ഗംഗാസ് ഓർ പ്രജായ ഗംഗാസ്. ഓക്കെ, ഇത് ഈ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി എന്തൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ഋതി ഗംഗാസ് അല്ലെങ്കിൽ എന്താണ്? പ്രജായ ഗംഗാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് മേജർ ഇന്ത്യൻ റോയൽ ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് കലിംഗ ഫ്രം 5th to early 15th സെഞ്ച്വറി എന്നുള്ളതും ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ് എന്നും പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസ് പറയുന്നത് എന്താണ്? ഇതെന്താണ്? ഒരു ചാരിയറ്റ് ഡിസൈനാണ്. എന്താണ്? ദ ടെമ്പിൾ ഈസ് ഷേപ്ഡ് ആസ് ദ ക്ലോഷ്യൽ ചാരിയറ്റ് വിത്ത് ദ 7 horses സിംബലൈസിങ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ആൻഡ് 24 wheels റെപ്രസെൻറ്റിങ് 24 hours ഇൻ എ ഡേ എന്നുള്ളതാണ്. ആൻഡ് വീൽ കൺസ്ട്രക്ഷൻ എന്താണെന്ന്? ഈച്ച് വീൽ 9 feet 9 inches in diameter, has 8 thick and 8 thin spokes serving a ancient sundials ആണ്. ആൻഡ് symbolic elements എന്താണ്? The 12 pairs of wheels significantly the months of the year, while some interpret relate the wheel to the wheel of life, the cycle of creation, preservation and realization. ഓക്കെ, ഇത്തരമൊരു ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് എന്തിനു കാണാൻ പറ്റുക? കൊണാർക്ക് സൺ ടെമ്പിളിന് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഏത്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ 2024. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ NED ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ 11th November to honor മൗലാന അബ്ദുൽ കലാം ആസാദ് ബർത്ത് ആനിവേഴ്സറി ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ്. അതായത്
അബ്ദുൽ കലാം ആസാദിൻ്റെ അല്ലേ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത വ്യക്തി കൂടിയാണ് ആരെന്ന് വിളിക്കുന്നത്, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആസ് ഇന്ത്യസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ എസ്റ്റാബ്ലിഷിംഗ് എ ഫൗണ്ടേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ആക്സസബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ആരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഡിക്ലെയർഡ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇൻ 2008 ടു ഹോണർ ആസാദ് ബർത്ത് ആനിവേഴ്സറി ഓൺ November 18, 1888. ഓക്കെ, November 18, 1888 ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി. അതെന്ത് ചെയ്യണം, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നപ്പോഴാണ് 2008. ഇനി അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്, ഹീ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ദ എസ്റ്റാബ്ലിഷിംഗ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ തുടങ്ങാനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിനും ഏറ്റവും വളരെ വലിയ പങ്ക് തന്നെ ആര് വഹിച്ചിട്ടുണ്ട്, ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം എന്തിനു തുടക്കം കുറിച്ചു, ഫൗണ്ടഡ് ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത് നാടക അക്കാദമി ആൻഡ് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ ലോഞ്ച് ചെയ്തു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT ഖരഗ്പൂർ, ലയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യാസ് പ്രീമിയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇതും ആരുടെ റെക്കോർഡിൽ വരുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ എന്താണ് പ്രത്യേകത ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇറേഷ്യൻ ഓട്ടർ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, എ ഇറേഷ്യൻ ഓട്ടർ വാസ് സൈറ്റഡ് ഇൻ പൂനെ മഹാരാഷ്ട്ര ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, പൂനെ മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത്, കറണ്ട് അഫെയറിൽ വന്നായിട്ട്. ഓക്കെ, ഇതെന്താണ് കറണ്ട് അഫെയറിൽ വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇവരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ 3 ഓട്ടർ സ്പീഷീസ് ഫൗണ്ടഡ് ഇൻ ഇന്ത്യ അലോങ് സൈഡ് സ്മൂത്ത് ലൊക്കേറ്റഡ് ഓട്ടർ ആൻഡ് സ്മോൾ ക്ലീവ്ഡ് ഓട്ടർ ആണ്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ്, യൂറോപ്യൻ, ഏഷ്യ ആൻഡ് ആഫ്രിക്കയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി കൺഫ്യൂസ് ടു ദ ഹിമാലയൻ ഫുഡ് ടിൽസ് പാർട്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സോളിഡാരിറ്റി ആൻഡ് നോൺ ക്ലോച്ചൽ ക്രിയേഷൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ആസ് അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് ഇൻ റിവേഴ്സ് ഇക്കോസിസ്റ്റംസ് ദേ ഹെൽപ്പ് റെഗുലേറ്റ് ഫിഷ് പോപ്പുലേഷൻസ് ആൻഡ് മെയിൻ സ്ട്രീം ഇക്കോളജിക്കൽ ബാലൻസസ് ആണ്. ഇനി IUCN സ്റ്റാറ്റസ് എന്താണ്, നിയർ ത്രെട്ടൻഡ് ആണ്. ആൻഡ് ത്രെഡ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ഹാബിറ്റ് പൊല്യൂഷൻ ത്രൂ ദ പെസ്റ്റിസൈഡ്സ് ആൻഡ് ദ ഓയിൽ സ്പിൽസ് ആൻഡ് റിവർ ബാങ്ക് ഡിസ്ട്രക്ഷൻ ഒക്കെയാണ് ഇതിൻ്റെ ത്രെഡ്സിന് കാരണമായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ആണ്. ഓക്കെ, റീസെൻ്റ്ലി ദ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഏഷ്യ 2025 വാസ് റിലീസ്ഡ്. ഓക്കെ, എന്താണ് പറയുന്നത്, ഇറ്റ് അസസസ് 984 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവറിങ് 25 കൺട്രീസ് ഇൻ ഈസ്റ്റേൺ, സദേൺ, സൗത്ത് ഈസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഏഷ്യ. ഏകദേശം എവിടേക്കായിട്ട്, ഈസ്റ്റേൺ, സദേൺ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, സെൻട്രൽ ഏഷ്യയിൽ 25 രാജ്യങ്ങളിലെ ഏകദേശം 984 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പഠിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക. ദ Kulkarni syndrome QS offers data, expertise and solution to global higher education sector. Indicators എന്തൊക്കെയാണ്, academic and employer reputation, faculty student ratio and international research network etc. ആണ്. ഇനി ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യ ഹാസ് 2 institutions in the top 50 and 7 in the top 100 ആണ്. And inclusion of 46 institutions 2025 from India and 318% increase in the compared to 2015 ആണ്. And IIT Delhi is the highest ranked institution at the 44th followed by the IIT Bombay എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, നോക്കാം. എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ, എന്താണ് എക്സൈസ് അഷ്ട്രഹിന്ദ് ആണ്. എന്താണ്, റീസെൻ്റ്ലി ദ 3rd എഡിഷൻ ഓഫ് ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് അഷ്ട്രഹിന്ദ് കമൻസ്ഡ് ഇൻ പൂനെ. ഓക്കെ,
ഇതെന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ്, ഇറ്റ് ഈസ് ദ ആനുവൽ മിലിറ്ററി എക്സസൈസ് കണ്ടക്റ്റഡ് ബൈ ആൾട്ടർനേറ്റ്ലി ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, ഇത് ആരൊക്കെ തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എന്താണ് പറയുന്നത്, എയിംസ് ടു എൻഹാൻസ് interoperability between India and Australian military in conduct of the joint sub-conventional operations in semi-urban environment in semi-desert terrain under Chapter 7 of the UN mandate ആണ്. And it will be conducted in 2 phases. ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് കോമ്പാറ്റ് കണ്ടീഷണൽ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഫേസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ് വാലിഡേഷൻ ഫേസ്. ഇങ്ങനെ 2 ഫേസുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഇത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ളൂ. 1888 മുതൽ 1958 വരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡേയുമായി ബന്ധപ്പെട്ട ന്യൂസ് തന്നെയാണ്. ഇനി ഇദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ ഇൻ മെക്ക, സൗദി അറേബ്യ. ഹി വാസ് നോട്ടഡ് ദ എഡ്യൂക്കേഷണലിസ്റ്റ് ആൻഡ് പോളിഗോട്ടാണ്. ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ 47 മുതൽ 58 വരെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കീ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, സേവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 1923 ഡൽഹി സ്പെഷ്യൽ സെഷനിലും 1940 റംഗ്രഹിലും. ആൻഡ് സേവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ഖലീഫത്ത് കമ്മിറ്റി ഡ്യൂറിങ് ദ ഖലീഫത്ത് മൂവ്മെൻ്റ് ആണ് 1920 മുതൽ 1924 വരെ. അതുപോലെ തന്നെ എന്താണ് 1930 ഇദ്ദേഹം എന്തിൻ്റെ ഭാഗമായി മാറി, ദണ്ഡി മാർച്ചിൻ്റെ ഭാഗമായി മാറി. കൂടാതെ 1942 എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ദ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം ദ യുണൈറ്റഡ് പ്രൊവിഷൻസ്. അതുപോലെ തന്നെ എന്താണ് പ്ലേഡ് റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എക്സെട്ര നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഇത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കീ ജുഡീഷ്യൽ റൂളിംഗ്. എന്താണ്, റീസെൻ്റ്ലി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റഡ് ദ ഓത്ത് ഓഫ് ഓഫീസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സുപ്രീം കോർട്ടിലെ ആളുകളെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് കൊളീജിയം സിസ്റ്റം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം. ആൻഡ് he was part of the several constitution bench ruling including the one upholding the abrogation of article 370 of the constitution and striking down the 2018 electoral bond scheme among others. അതായത് ഈ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ 2018 ഇലക്ടോറൽ ബോണ്ട്സ് ഇതൊക്കെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറഞ്ഞ ബെഞ്ചുകളിലെ ഏറ്റവും വലിയ ജസ്റ്റിസുമാരുടെ ഒരാളായിരുന്നു ജസ്റ്റിസ് ഖന്ന. അതുപോലെ തന്നെ എന്താണ് ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ റീസെൻറ്റ് മെജോറിറ്റി റൂളിംഗ് ദ അലിഗ്രഹ് മുസ്ലിം യൂണിവേഴ്സിറ്റി മൈനോറിറ്റി സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ ഇതിൻ്റെ ഭാഗമായിരുന്നു. ആൻഡ് ഹി സപ്പോർട്ടഡ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻ ദ ഇലക്ഷൻസ് റിജക്റ്റിംഗ് കോൾസ് ടു ദ റിവേർട്ട് ടു പേപ്പർ ബാലറ്റ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആരുണ്ടായിട്ടുണ്ട്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉണ്ടായതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാം. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഓക്കെ, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ റീകൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളതാണെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി എന്താണ്, ഇറ്റ് ഈസ് ദ ഫോം ത്രൂ വിച്ച് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ എന്നുള്ളതാണ്. ഇതിൻ്റെ ജെനിസിസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എസ്റ്റാബ്ലിഷിംഗ് അണ്ടർ ആർട്ടിക്കിൾ 263 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ എ പ്രസിഡൻഷ്യൽ ഓർഡർ ഇൻ ദ 1990s ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ ചെയർമാൻ ആരായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. മെമ്പേഴ്സ് ആരൊക്കെയാണ്, CM ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ CM ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഹാവിംഗ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് നോട്ട് ഹാവിംഗ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളതാണ്. ആൻഡ് 6 മിനിസ്റ്റേഴ്സ് ഓഫ് ക്യാബിനറ്റ് റാങ്ക് ഇൻ ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. എന്താണ് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന എന്താണ്, ക്യാബിനറ്റിലെ 6 മിനിസ്റ്റേഴ്സും ഏതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് പൾസർ എയർ ഡിഫൻസ് സിസ്റ്റം പാറ്റ്സ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് സൈൻഡ് എ MOU വിത്ത് റഷ്യാസ് റോസോബോർൺ എക്സ്പോർട്ട് ഫോർ കോർപ്പറേഷൻ ഓൺ
പൾസർ വേരിയൻസ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ദ പൾസർ S1 സിസ്റ്റം ഈസ് എ മൊബൈൽ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എക്യുപ്ഡ് വിത്ത് ദ ബോത്ത് മിസൈൽ ആൻഡ് ഗൺ ക്യാപ്പബിലിറ്റീസിൻ്റെ ഭാഗമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എയർ ഡിഫൻസ് ടു സ്മോൾ മിലിറ്ററി ഇൻഡസ്ട്രിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റീസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ഡിഫെൻഡ് എഗെയിൻസ്റ്റ് ദ ഫിക്സഡ് ആൻഡ് റോട്ടറി വിങ്ഡ് എയർക്രാഫ്റ്റ്, ക്രൂയിസ് മിസൈൽസ് ആൻഡ് ഹൈ പ്രിസിഷൻ വെപ്പൺസ് എന്നൊക്കെ എന്താ ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഹോക്സർ വെറ്റ്ലാൻഡ്. എന്താണ്, അറൈവൽ ഓൺ മിറ്റിഗേറ്ററി ബേർഡ്സ് ഇൻ ഹോക്സർ വെറ്റ്ലാൻഡ് ഈസ് ദ അഡ്വേഴ്സ്ലി എഫക്ട് ഡ്യൂ ടു ദ പൂർ റെയിൻഫാൾ ആണ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, 2005 മുതൽ എന്താണ് ഇതൊരു ഡെസിഗ്നേറ്റഡ് റാംസാർ സൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ പെർമനൻറ്റ് യൂട്രോഫിക് ലേക്ക് ഇൻ ദ ഫ്ലഡ് പെയിൻസ് ഓഫ് റിവർ ജലമാണ്. ഇറ്റ് ലൈസ് ഇൻ ദ വെസ്റ്റ് ഓഫ് ശ്രീനഗർ. ശ്രീനഗറിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ഇത് കാണാൻ പറ്റുക. ആൻഡ് 2 perennial streams of Doodganga and Shukan field in the wetland. And it is the only site with remaining rebeds of Kashmir. അതുപോലെ തന്നെ ഇതിൽ മേജർ മിറ്റിഗേറ്ററി ബേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് എഗ്രൻഡ്, ഗ്രേറ്റ് കസ്റ്റാർഡ് ഗർബ്, ലിറ്റിൽ കോർമഡ്, കോമൺ ഷെഡ്ലക്ക്, ത്രഫ്റ്റൺ ഡക്ക് ആൻഡ് എൻഡേഞ്ചേർഡ് വൈറ്റ്-ഇയർഡ് പോച്ചാർഡ് കമ്മിങ് ഫ്രം സൈബീരിയ, ചൈന, സെൻട്രൽ ഏഷ്യ ആൻഡ് നോർത്തേൺ യൂറോപ്പാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഗോട്ടി കോയ ട്രൈബ്. എന്താണ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഹാസ് ആസ്ക്ഡ് സെൻട്രൽ സ്റ്റേറ്റ് ടു സബ്മിറ്റ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ സ്റ്റാറ്റസ് ഓഫ് ഗോട്ടി കോയ ട്രൈബ്സ്. ഓക്കെ, എന്താണ് പറയുന്നത്, ദീസ് ആർ ദ ആദിവാസി ട്രൈബ് ഛത്തീസ്ഗഡ് ഹു ആൻഡ് റീലൊക്കേറ്റ് ഫ്രം ദ ഛത്തീസ്ഗഡ് ടു നൈബറിംഗ് സ്റ്റേറ്റ്സ് ഇൻ 2005. ഛത്തീസ്ഗഡിൽ നിന്ന് നൈബറിംഗ് സ്റ്റേറ്റ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ബിറ്റ്വീൻ നെക്സൽസ് ആൻഡ് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസ്. ഇവരുടെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്പീക്ക് ദെയർ ഇൻ മദർ ടങ് ഗോണ്ടി ആസ് എ സൗത്ത് സെൻട്രൽ ദ്രവിഡിയൻ ലാംഗ്വേജ് ആണ്. ഇവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ ഹണ്ടിങ്, ഫുഡ് ഗാദറിങ് ആൻഡ് ഫിഷിംഗ് ആണ്. ആൻഡ് ഫെസ്റ്റിവൽസ് ആൻഡ് റിച്വൽ പെർഫോമൻസ് എന്താണ്, ദേ ബിലീവ്ഡ് ഇൻ ഗോഡ്സ് ആൻഡ് ഗോഡസസ് ആണ്. ആൻഡ് ദേ വർഷിപ്പ് ഇൻ നാച്ചർ ഫസ്റ്റ് എന്നുള്ളതാണ്. ആൻഡ് വിച്ച് പ്രൊവൈഡ്സ് ഫുഡ് ആൻഡ് ലൈവ്ലിഹുഡ് ടു ദം. ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വില്ലേജസ് ആർ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് വിത്ത് ദ ഹെഡ് കോൾഡ് പട്ടേൽ. ഓക്കെ, അവരുടെ തലവനെ ഗ്രാമത്തലവൻ എന്നൊക്കെ വിളിക്കാം അല്ലേ. അദ്ദേഹത്തെ എന്ത് പേരിലാണ് അവർ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പട്ടേൽ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് അസർബൈജാൻ. ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, ബാക്കു ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ 2024 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് UNFCCC COP29 ബിഗിൻ ഇൻ ബാക്കു, അസർബൈജാൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ബൗണ്ടറീസ് ഏതാണ്, സറൗണ്ടഡ് ബൈ റഷ്യ, ഇറാൻ, അർമേനിയ ആൻഡ് ജോർജിയാണ്. ആൻഡ് ഇതിൻ്റെ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്താണ് വരുന്നത്, ഓവർ നഗ്രാണോ കരബാക്ക് റീജിയനാണ്. ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതാണ്, സറൗണ്ടിങ് വാട്ടർ ബോഡീസ് ആണ്, കാപ്സിയൻ സി ആണ് ഈസ്റ്റിൽ. ആൻഡ് മേജർ റിവേഴ്സ് ഏതാണ്, ഖുര ആൻഡ് അറസ് റിവേഴ്സ് ആണ്. ഹയസ്റ്റ് പീക്ക് ഏതാണ്, ബസർ ധ്യാനു, പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് കോസസ് റേഞ്ച് ആണ്. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഏതാണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ലീഡ്, സിങ്ക്, അയൺ, കോപ്പർ തുടങ്ങിയവയാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് ഗ്ലോബൽ നാച്ചുറൽ കൺസർവേഷൻ ഇൻഡെക്സ്. എന്താണ് പറയുന്നത്, ഇന്ത്യ റാങ്ക്സ് 176 2024 ഗ്ലോബൽ നാച്ചുറൽ കൺസർവേഷൻ ഇൻഡെക്സ്. ഇറ്റ്സ് എമംഗ് ദ 5 ലോവസ്റ്റ് റാങ്ക്ഡ് കൺട്രീസ് ആണ്. എലോങ് വിത്ത് കരിബാട്ടി 180, തുർക്കി എത്രയാണ് 179, ഇറാഖ് 178 ആൻഡ് മൈക്രോനേഷ്യ 177 ഓഫ് 180 കൺട്രീസ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, 176 റാങ്ക് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ റാങ്ക്. ഓക്കെ, ഇതിലെന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ ഗോൾഡ്മാൻ സോണൻഫീൽഡ് സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇത് ഇത്തരമൊരു ഇൻഡെക്സ് എന്താണ് നിർമ്മിച്ചിരിക്കുന്നതായി കാണാൻ പറ്റുക. എന്താണ്, ബെൻ ഗുരിയൻ യൂണിവേഴ്സിറ്റി ആൻഡ് BODB.com എ ബയോഡൈവേഴ്സിറ്റി ഡാറ്റാബേസ് ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലോഞ്ച് ഇൻ ഒക്ടോബർ 2024 തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് അസ്യൂംസ് 4 കീ മാർക്കേഴ്സ് ആണ്. എന്താണ്, ലാൻഡ് മാനേജ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ്, കപ്പാസിറ്റി ഗവർണൻസ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്.
നെക്സ്റ്റ് വൺ ആണ് ഇത് ആർട്ടിക്കിൾ 142. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ലൈ ഡൗൺ പാൻ ഇന്ത്യൻ ഗൈഡ്ലൈൻസ് under Article 142 of the Constitution to ensure that due process is followed by for demolishing the properties of citizens. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു പാസ് ഡിക്രീസ് ആൻഡ് ഓർഡേഴ്സ് നെസസറി ഫോർ ദ കംപ്ലീറ്റ് ജസ്റ്റിസ് ഇൻ എനി കേസ് ആണ്. And Article 142 clause 1 എന്താണ് പറയുന്നത്? allows the court to issue binding orders across India enforceable as the prescribed by law or the president ആണ്. And Article 142 clause 2 എന്താണ് പറയുന്നത്? grants the court powers to secure attendance, discovery of documents or punish contempt ആണ്. And over time this provision has been used to ensure complete justice and address the പെർസീവ്ഡ് ലെജിസ്ലേറ്റീവ് ഗ്യാപ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ലൈ ഡൗൺ പാൻ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് അണ്ടർ ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുർ ദാറ്റ് ഡ്യൂ പ്രോസസ് ഈസ് ഫോളോഡ് ഫോർ ഡിമോളിഷിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിറ്റിസൺസ് ആണ്. ഇനി എന്താണ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് പറയുന്നത്? ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ദാറ്റ് ആർ manufactured their technical performance and functional properties rather than aesthetic and decorative features are called technical textiles ആണ്. And categories എന്താണ് പറയുന്നത്? These products are broadly classified into 12 different categories based on their usage in civil engineering, construction, defense, healthcare and automobile among other industries ആണ്. Applications എന്തൊക്കെയാണ്? That can be used for various applications ranging from agriculture, road, railway track, sportswear, health, bulletproof jacket, fireproof jacket and high altitude combat gear and space applications ആണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? umbrella cloth, mosquito nets, cigarette filter notes, contact lenses, sanitary napkin, seat belt, duffel carpet, helmet, tea bag, filter papers etc. എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് ഇത് സബൻസിരി റിവർ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? 200 മെഗാവാട്ട് സബൻസിരി ലോവർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഓൺ റിവർ സബൻസിരി ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ് ആസാം ബോർഡർ ഈസ് സെറ്റ് ടു ബി കമ്മീഷൻഡ്. ഇതെന്താണ് പറയുന്നത്? ഒറിജിൻ എന്താണ്? ഇറ്റ് ഈസ് ട്രാൻസ് ഹിമാലയൻ റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ മൗണ്ട് പ്രോം 5059 മീറ്റർ ഇൻ ദ ടിബറ്റൻ ഹിമാലയാണ്. ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് നോർത്തേൺ ബാങ്ക് ആൻഡ് ദ longest tributary of Brahmaputra. It joins the Brahmaputra at Majlu Island in Assam. In Majlu is the largest river island in Asia. Okay. Next one is the National Financial Reporting Authority. NFR എന്താണ്? Recently, NFRA recommended the revision of the standards on auditing aligning with the global standards ISA 600. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. സെക്ഷൻ 132 ക്ലോസ് 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒബ്ജക്റ്റീവ് എന്താണ്? കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഓൾ കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റെക്കമെൻഡ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡൈസ് മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കമ്പനീസ് ഓവർസീസ് സർവീസ് ക്വാളിറ്റിയാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? ഈ ആഴ്ചത്തെ കറണ്ട് അഫെയറിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. താങ്ക് യു.